സോ ഗൈസ്, ഇന്നാണ് ഞങ്ങളുടെ സ്കൂളിലെ ഫെയർവെൽ. ഇന്നെന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു 3 ദിവസം കഴിഞ്ഞ് എന്ത് പറയാനാടാ, പരീക്ഷയ്ക്കായിട്ട് തിരക്കായിപ്പോയി. എല്ലാ പ്രാവശ്യത്തെ പോലെ 9 മണിക്കത്തെ പരിപാടിക്ക് ഞാൻ 10 മണിക്ക് എത്തിയെങ്കിലും കുഴപ്പമില്ല, അത്ര താമസിച്ചിട്ടില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് കേക്ക് കട്ടിങ് കഴിഞ്ഞെങ്കിലും പക്ഷെ ആ ടൈമിലായിരുന്നു പ്രൊജക്ടറിൽ ഞങ്ങൾ പണ്ടത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ടുള്ള ചിരിയാണ് നിങ്ങളിപ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയായിരുന്നു ഞങ്ങളെ ക്ലാസ് ഡെക്കറേറ്റ് ചെയ്തത്. ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ മൊത്തത്തിലുള്ള കഷ്ടപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്, രസമില്ലേ? പിന്നെ ഞങ്ങളുടെ മുബാറക് സാറിൻ്റെ ഒക്കെ ഉപദേശങ്ങളാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, കേട്ടോണ്ടല്ല, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മുബാറക് സാറിന് നമ്മൾ വാങ്ങിച്ച കാസിയോടെ വാച്ച് കൊടുക്കാൻ പോകണം. സോ കാണണ്ടേ, വാ കാണിച്ചു തരാം. എല്ലാവരുടെ വകയായിട്ട് ഇതാണ്ട് ഫ്രെയിമും കൊടുത്തു. ഈ ഫ്രെയിം നിങ്ങൾ കാണണം ഗൈസ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും അത്ര സന്തോഷമില്ല, അത്ര അടിപൊളി ഫ്രെയിമാണ്. നിങ്ങൾക്ക് കാണണ്ടേ ഫ്രെയിം? വാ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ചെയ്ത ഫ്രെയിം. പിന്നെ അനന്ത മിസ്സിനും ഇത് കണക്ക് തന്നെ സാരിയും ഫ്രെയിമും നമ്മൾ കൊടുത്തു. അതിനുശേഷം മാഹി മാമൻ്റെ വകയും അനന്ത മിസ്സിൻ്റെ വകയും ഡാൻസ് ഉണ്ടായിരുന്നു. ഇതിലും അടിപൊളിയായിട്ട് എക്കണോമിക്സ് പഠിപ്പിക്കാൻ വേറെ ടീച്ചർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഉമാ മിസ്. അവസാനം നമ്മൾ ഉമാ മിസ്സിനും കൂടെ കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങ് ഇവിടെ നിർത്തിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ട്രാൻസിഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ടൈമിലെടുത്ത വീഡിയോ ആണ് ഇത്. പിന്നെ നമ്മൾ ട്രാൻസിഷൻ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയി നമ്മളെ ചാനൽ എടുത്ത് ട്രാൻസിഷൻ വീഡിയോ കാണുക. ഒരു മര്യാദയ്ക്ക് ഒരു ട്രാൻസിഷൻ എടുക്കാൻ പറ്റില്ല, അപ്പം എല്ലാണോ കൂടെ കയറി ഇങ്ങ് വരും. പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ക്ലാസ് വീഡിയോ എടുത്ത് അതിനുശേഷം ഫുഡ് കഴിക്കാൻ സമയമായി. നമുക്ക് മന്തിയായിരുന്നു ഉച്ചത്തെ ഫുഡ്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ മനസ്സ് നിറഞ്ഞ് നല്ല വയറ് നിറഞ്ഞ്. പിന്നെ ഇതാണ് ശ്രീജിത്തണ്ണൻ. പിന്നെ ഇത് യാസിം ഷാ അമ്പാടി. എൻ്റെ പൊന്നോ, അഭിജയണ്ണനൊക്കെ എന്തൊരു തീറ്റ് ചെയ്ത്. അങ്ങനെ ഇതോടെ ഞങ്ങൾ +2 ലൈഫ് തീരാറായി ഗൈസ്. സത്യം പറഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തീർന്ന് ഇനി ഇല്ല. +2 ഓരോ മൊമെൻറ്റ്സും അത്ര പ്രഷ്യസ് ആയിരുന്നു. സാറിൻ്റെ വീട്ടിൽ പോയതായാലും ടൂറായാലും എല്ലാം. +1 എങ്ങനെയും തീർന്ന് കിട്ടിയാൽ മതി എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ +2 എത്തിയപ്പോൾ എന്തോ ഒരിത്. അല്ലെങ്കിൽ സന്തോഷം അധികകാലം നിലനിൽക്കില്ല എന്നാണല്ലോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, തീരാനുള്ള തീർന്നു. സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.